ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടേസ്റ്റി ഫുഡ് സീൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ള പൊട്ടറ്റോ മസാല ചിപ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതുണ്ടാക്കാൻ വലിയ കാര്യമായിട്ടൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. മാത്രമല്ല നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് മറ്റ് പ്രിസർവേറ്റീവ്സോ അങ്ങനെയുള്ള മറ്റ് കണ്ടൻറ്റുകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് ഇത് കൊടുക്കാനും പറ്റും. പൊട്ടറ്റോ മസാല ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇനി നോക്കാം. അതിന് വേണ്ടിയിട്ട് 5 പൊട്ടറ്റോ ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പൊട്ടറ്റോ ഈ ഒരു കാര്യത്തിന് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ ഇതുപോലെ നീളത്തിലുള്ളത് നമ്മൾ നോക്കി വാങ്ങാൻ നോക്കണം. അങ്ങനെയാകുന്ന സമയത്ത് നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാനും ഒരേ ഷേപ്പിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത് സ്ലൈസ് ചെയ്ത് എടുക്കാനും നമുക്ക് കുറച്ചൊരു ഈസി ആയിരിക്കും. അപ്പോൾ പൊട്ടറ്റോ നന്നായി കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊലി ഒരു പീലർ കൊണ്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇതാ നോക്കിയേ, നന്നായിട്ട് കളഞ്ഞിട്ടുണ്ടല്ല. ഇതുപോലെ ഒരു തൊലി ഒട്ടും ബാക്കി വെക്കാതെ നമ്മൾ ഫുള്ളായിട്ട് അത് പീൽ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ പീൽ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നേരം ഇട്ട് വെക്കണം. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ തിന്നായിട്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ആ ഒരു തിന്നായി സ്ലൈസ് ചെയ്തെടുക്കുന്നതിന് നമുക്ക് കുറച്ചൊരു ഈസി ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഗ്രേറ്റർ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഗ്രേറ്റർ ഇപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. കാരണം നമുക്കൊറ്റൊരു ഉദ്ദേശമേ ഉള്ളൂ, പൊട്ടറ്റോ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റണം. അപ്പോൾ ചില ഗ്രേറ്ററിലൊക്കെ നല്ല ഡിസൈൻ ഒക്കെ ആയിട്ട് നമുക്ക് അത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പ്ലെയിൻ ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു ഡിസൈൻ പോലെ നമുക്കത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മോഡലിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഈ ഗ്രേറ്ററിന് ഒരു ക്യാപ്പ് കൂടിയുണ്ട്. ഈ ക്യാപ്പിൽ നമുക്ക് പൊട്ടറ്റോ ഫിക്സ് ചെയ്ത് ഗ്രേറ്ററിൻ്റെ ബ്ലേഡിൽ നേരെയും കുറച്ച് ചെരിച്ചും നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഷേപ്പായിട്ട് വരും. അപ്പോൾ എല്ലാ ഉരുളക്കിഴങ്ങും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഷേപ്പിൽ അത് കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ഇപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പൊട്ടറ്റോ പീസും അതിലേക്ക് ഇട്ട് വെക്കുക. ഒരു 10 മിനിറ്റോളം ഇട്ട് വെക്കണം. അതിന് മുമ്പ് കുറച്ച് ഉപ്പ് ഇട്ട് വെക്കണം. ആ ഉപ്പിൽ വേണം നമ്മൾ ഈ പൊട്ടറ്റോ പീസ് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ആ പൊട്ടറ്റോയിൽ നന്നായിട്ട് സ്റ്റാർച്ച് ഉണ്ട്. അത് നമുക്ക് അത്ര നല്ലതല്ല. അപ്പോൾ ഈ സ്റ്റാർച്ച് പോയി കിട്ടുകയും ചെയ്യും. നമുക്ക് അത് നല്ല ക്രിസ്പായിട്ട് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാനും പറ്റും. 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളം മുഴുവൻ ഊറ്റിക്കളയാം. അതിനുശേഷം ഒരു നല്ല നീറ്റായ കോട്ടൺ ക്ലോത്ത് വിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ പീസസൊക്കെ നല്ല പരത്തി നമുക്ക് ഉണക്കാൻ വെക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് ഉണങ്ങി കിട്ടും. കാരണം വളരെ തിന്നായിട്ടാണ് നമ്മളത് സ്ലൈസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പൊട്ടറ്റോ വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ വറുക്കുന്നതിനാവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇതിന് വേണ്ടിയിട്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് പൊട്ടറ്റോ നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് വളരെ തിന്നായിട്ട് അത് അരിഞ്ഞെടുത്തതല്ലേ, സ്ലൈസ് ആക്കിയതല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക. പൊട്ടറ്റോ ഞാൻ 2 ട്രിപ്പായിട്ടാണ് വറുത്തെടുക്കുന്നത്. ആദ്യത്തേത് നല്ല ക്രിസ്പി ആയിട്ട്, അതായത് നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ ഇതിനെ മുരിച്ചെടുക്കണം. അതിനെ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ക്രിസ്പി ആവാൻ നിൽക്കില്ല, ഗോൾഡൻ കളർ ആവാൻ നിൽക്കുന്നില്ല. കാരണം അത് കുറച്ചൊരു സോഫ്റ്റ്നെസ് വേണം.
മസാല പൊട്ടറ്റോ ചിപ്സ് ഇങ്ങനെ സോഫ്റ്റും അതുപോലെ തന്നെ ക്രിസ്പിയും ആയിട്ട് 2 തരത്തിൽ മിക്സായി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒറിജിനലായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ 2 രീതിയിലും ഞാനിപ്പോൾ വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ചാട്ട് മസാലയും വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല പൊട്ടറ്റോ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പൊട്ടറ്റോയിൽ സോൾട്ടൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്നതുകൊണ്ട് നല്ല ഉപ്പ് രസവും അതുപോലെ തന്നെ മുളക് പൊടിയുടെ എരിവും ചാട്ട് മസാലയുടെ ഫ്ലേവറും എല്ലാം കൂടെ മിക്സായി വരുന്നത് കൊണ്ട് പൊട്ടറ്റോ മസാല ചിപ്സ് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.